പെപ്പറെക്കുറിച്ച് ചിലയിടങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ്. അതായത് പെപ്പറ എത്ര നല്ല രീതിയിൽ കളിച്ചാലും എത്ര ഗോൾ അടിച്ചാലും അദ്ദേഹം ലോണിൽ തന്നെ പഞ്ചാബ് എഫ് സി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീമിലേക്ക് പോകുമെന്ന്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വരുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 100 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. മാക്സിമം അവിടേക്കൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബിൻ്റെ കാര്യം പറയുന്നുണ്ടായാലും നിങ്ങൾ ചെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇന്നലത്തെ ആ ഒരു മാച്ചിൽ പെപ്ര, നോവാസുദോയ് അതുപോലെ തന്നെ നമ്മുടെ അഡ്രിയാൻ ലൂണ കോംബോ അത് വേറെ ലെവലായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് പെപ്പറയെ ടീമിൽ നിന്ന് വിടണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടെന്ന് പറയും. നേരത്തെ ഞാൻ പറയുമായിരുന്നു പെപ്പറ വേണ്ടാന്ന്, കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസിലെ പെർഫോമൻസ് ഒന്നും അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ ഒരു കളിയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രീ സീസൺ മാച്ചിലേക്ക് ഇമ്പാക്റ്റ് കാണുമ്പോൾ അദ്ദേഹം ടീമിൽ തുടർന്നാൽ കൊള്ളാമെന്ന് എനിക്ക് ഇപ്പോൾ ചെറുതായിട്ടും തോന്നുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പഞ്ചാബിലേക്ക് ലോണിന് പോകും എന്നുള്ളതാണ്. പക്ഷേ പഞ്ചാബ് എഫ് സിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി 2 സെൻറ്റർ ഫോർവേഡ് താരങ്ങളായി കഴിഞ്ഞു. ഒന്നൊരു എന്താ പറയുക, നോർവേജിയൻ താരത്തെ അവർ സൈൻ ചെയ്തു. അതുപോലെ തന്നെ ലുക്ക മൈനും ഓൾറെഡി ഉണ്ട്. സോ ഇനിയൊരു ഫോറിൻ താരം ആ ഒരു സെൻട്രൽ ഫോർവേഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. സോ ഒരു ഡൂറൻ കപ്പ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും കോയപ്പറ ലോണിന് പോകാനുള്ള സാധ്യത വളരെയധികം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചിലരൊക്കെ പറയുന്നത് സ്റ്റിൽ അദ്ദേഹം ലോണിൽ പോകും എന്ന് തന്നെയാണ്.